2024 ഓഗസ്റ്റ് 18 എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് എടുത്ത വിഷ്വൽസാണിത്. ആദ്യമായി എയർപോർട്ടിൻ്റെ അകത്ത് കയറുകയായിരുന്നു. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാം. ഫ്ലൈറ്റിൻ്റെ അകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്. ഇത് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് പോകാൻ റൺവേ വഴി പോകുന്ന ബസ്സിൽ കയറുകയാണ്. അപ്പോൾ നിൽക്കുന്നതാണ് നമ്മളിവിടെ ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 55 മിനിറ്റ് ദൈർഘ്യമുള്ള തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിൻ വരെയായിരുന്നു. അതും എനിക്കൊരു ജീവിതത്തിൽ തന്ന വൺ ഓഫ് ദി ബിഗ് സർപ്രൈസ് ബൈ മൈ പാരൻസ് എന്ന് തന്നെ ഞാൻ പറയാം. ഇപ്പോഴും ഈ ഒരു ഫൈറ്റ് മെമ്മറീസ് ഓർക്കുമ്പോഴും പലരും ഫൈറ്റിലേക്ക് പോകാൻ യാത്ര ആഗ്രഹിച്ച ഒരാളായിരുന്നു. എന്നെ കണ്ട് രാവിലെ ലുലുമോളിൽ പോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോലെ എയർപോർട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ഫസ്റ്റ് ഫൈറ്റിൻ്റെ വീഡിയോ ഞാൻ ഒരു 8 മിനിറ്റ് ദൂരേശമുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പം ഇന്നെൻ്റെ സെക്കൻഡ് ഫൈറ്റാണ്. അപ്പോൾ സെക്കൻഡ് ഫൈറ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിന് ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ജൂലൈ 6, 2025. 2024 ഓഗസ്റ്റിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ 11 മന്ത്സിൽ തന്നെ എനിക്ക് അടുത്ത ഫൈറ്റിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഇവിടെ റെഡിയായി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ നിങ്ങൾ ഗസ് ചെയ്യണം. ഓക്കെ? ആൻഡ് ഈ ഒരു ബാഗിനകത്ത് പേഴ്സുണ്ട്, പിന്നെ ആധാറുണ്ട്, പിന്നെ സ്മാർട്ട് വാച്ചിൻ്റെയും ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെയും പിന്നെ ഈ ഫോണിൻ്റെയും ചാർജർ. അതായത് ഈ ഹെഡ്സെറ്റിനും ഫോണും കൂടെ ഒരു ചാർജർ എടുത്തിട്ടുള്ളൂ, പിന്നെ സ്മാർട്ട് വാച്ചിൻ്റെ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതാക്കിയിട്ടാണ്. ചാർജർ എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ആക്കി. ബാക്കി ഞാൻ ട്രൈപോഡ് എടുത്തിട്ടുണ്ട്. ട്രൈപോഡ് പക്ഷേ ബാഗേജ് ഇല്ല. കാരണം ഫ്ലൈറ്റ് വെച്ചെൻ്റെ ഫ്ലൈറ്റ് വെച്ചേക്കുള്ള വിഷ്വൽസ് ഫോണിൽ തന്നെ എടുക്കാം. പോകുന്ന സ്ഥലത്തിന് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ട്രൈപോഡ് വെച്ചെടുക്കാം. അങ്ങനെയാണ് ഞാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ബാഗ് ചെക്കിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇന്നലെ തന്നെ ഞാൻ ഒരു കടയിൽ പോയി പൂട്ടൊപ്പിച്ചിട്ട് പൂട്ടി വെച്ച് ഒരു താക്കോൽ എൻ്റെ കയ്യിലും ഒരു താക്കോൽ ചേച്ചീൻ്റെ കയ്യിലും ഉണ്ട്. പിന്നെ എൻ്റെയും അച്ഛൻ്റെ ഇത് 2ാമത്തെ ഫ്ലൈറ്റാണ്. ചേച്ചീൻ്റെ ഇതൊരു 8ാമത്തെയോ 9ാമത്തെയോ ആണ്. അപ്പോൾ സമയം 10 മണിയായി. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ ഇറങ്ങും. അങ്ങനെ എനിക്കതാ സെക്കൻഡ് ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഡെസ്റ്റിനേഷൻ കണ്ട് കാണുമല്ലോ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ ഒരു എയർപോർട്ടിൻ്റെ കോഡ് എന്ന് പറയുന്നത് TRV ആണ്. ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആണ്. 1932 ആണ് ഈ എയർപോർട്ട് നിലവിൽ വന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ എയർപോർട്ടും 5ാമത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിലെ. ഈ ഒരു എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പ്സ് ആണ്. അതിനൊപ്പം തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഉണ്ട്.
അതിൽ ടെർമിനൽ വണ്ണും ടെർമിനൽ ടൂവും രണ്ട് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. നമ്മളെ കൊച്ചിൻ ഇൻ്റർനാഷണൽ പോലെ ഒറ്റ ബിൽഡിംഗ് വെച്ചതല്ല, ഇത് രണ്ട് സെപ്പറേറ്റ് എൻട്രൻസും സെപ്പറേറ്റ് ബിൽഡിങ്ങും സെപ്പറേറ്റ് എക്സിറ്റും ആണ്. അപ്പോൾ ഇതിൽ ടെർമിനൽ വൺ എന്ന് പറയുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ഹാൻഡിൽ ചെയ്യും. ഏകദേശം 400 പാസഞ്ചേഴ്സിനെ വരെ ഒരു അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ടെർമിനൽ ടു എന്ന് പറയുന്നത് മെയിൻലി ഫോർ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ്. എയർ ഇന്ത്യ ടെർമിനൽ വണ്ണിൽ വരത്തില്ലല്ലോ, അതുകൊണ്ട് ടെർമിനൽ ടൂയിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വരും. പിന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റായ ഒമാൻ എയർലൈൻസ്, ഖത്തർ എയർലൈൻസ്, എത്തിഹാഡ്, പിന്നെ സിംഗപ്പൂർ എയർലൈൻസ്, മലേഷ്യൻ എയർലൈൻസ്, അങ്ങനത്തെ പല എയർലൈൻസും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു എയർപോർട്ടിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 11,154 ഫീറ്റ്, അതായത് അടിയും 3,400 മീറ്ററുമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 3.7 കിലോമീറ്ററും കോവളം ബീച്ചിൽ നിന്ന് 16 കിലോമീറ്ററും 13 കിലോമീറ്റർ ടെക്നോ പാർക്കിൽ നിന്ന് 13 കിലോമീറ്ററും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ നിന്ന് 21 കിലോമീറ്ററുമാണ്. ഈ ഒരു എയർപോർട്ടിൽ 4.8 മില്യൺ പാസഞ്ചേഴ്സാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 വന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ രണ്ടാമത്തെ ബിസിയസ്റ്റ് എയർപോർട്ടും ഇന്ത്യൻ്റെ 16ാമത്തെ ബിസിയസ്റ്റ് എയർപോർട്ടുമാണ്. ഈ ഒരു എയർപോർട്ട് ഇപ്പോൾ എന്താ പറയുക, എക്സ്പാൻഷനും അപ്ഡേറ്റ് വർക്കുകളും ന്യൂ ടെർമിനൽ, അതായത് ടെർമിനൽ 3യുടെ വർക്ക്സും നടക്കുന്നുണ്ട്.
എയർലൈൻസ്, പിന്നെ വേറൊരു ഇൻഡിഗോ. പിന്നെ അവിടെ എല്ലാം മലേഷ്യ എയർലൈൻസിൻ്റെ കാർഗോ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെ റിലയൻസിൻ്റെ ഫ്ലൈറ്റും ഉണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിന്നാണ്. ഞാൻ മാപ്പോട്ട് നോക്കി കറക്റ്റ് നമ്മളെ 7 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഫിനിക്സ് മോൾ. അതെ